പാപഭാരത്തിൽ കിടന്നതാമെന്നെ നീ മോക്ഷത്തിൽ ചേർത്തിടുവാൻ. എൻ്റെ പാപഭാരങ്ങളെ ക്രൂശിൽ ചുമന്നതാൽ യേശുവെ വാഴ്ത്തിടുന്നേ. എൻ്റെ പാപഭാരങ്ങളെ ക്രൂശിൽ ചുമന്നതാൽ യേശുവെ വാഴ്ത്തിടുന്നേ. യേശുവേ നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. എൻ്റെ രക്ഷകനെ നിന്നെ ഭക്തിയോടെന്നും ഞാൻ വിഘ്നം കൂടാതെ വാഴ്ത്തും. എൻ്റെ രക്ഷകനെ നിന്നെ ഭക്തിയോടെന്നും ഞാൻ വിഘ്നം കൂടാതെ വാഴ്ത്തും. യേശുവേ നീയല്ലാതാശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നുമില്ല. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഒരു നല്ല ദിവസം കൂടെ തന്നല്ലപ്പാ. ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവേ, എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിലൊന്നായിരിക്കാൻ അടിയനെ സഹായിച്ചല്ലോ, ഒരുക്കിയല്ലോ. സമാധാനത്തോടും സുബോധത്തോടും സൗഖ്യത്തോടും കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം അപ്പാ. ഈ നല്ല സമയം ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, സമാധാനത്തിൽ സൗഖ്യത്തിൽ സൂക്ഷിക്കണം. നന്നായി പഠിക്കണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ഉത്തരവാദിത്വം ഉത്സാഹം കൊടുക്കണമേ. അവർ പഠിക്കുന്നവർ ഹൃദയത്തിൽ പതിയാൻ സഹായിക്കണമേ കർത്താവേ. എല്ലാ പ്രയാസപ്രതികൂലത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ കർത്താവേ. അവിടുന്ന് ആലോചനയും ബുദ്ധിയും കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ടപ്പ. OITയും IELTSഉം ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മെഡിക്കൽ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ, മെഡിക്കലിനായിട്ട് കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ. അപ്പോൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കൊടുത്ത് അനുഗ്രഹം പകരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നിടത്ത് വചനമകത്താവേ. അങ്ങയുടെ പാദപീഠത്തിൽ യാചിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്ക് കൊടുത്ത വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിച്ചേ മതിയാവും കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ലജ്ജിപ്പിക്കാതെ കർത്താവ് വഴിവാതിൽ തുറന്നാട്ടപ്പാ. സ്തോത്രം, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കണേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ. കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. ഒരു സ്നേഹം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അപ്പോൾ അവരുടെ കുടുംബജീവിതം ഭദ്രമായി പോകുവാൻ തക്കണം മുഖാന്തരം ഒരുക്കണമേ. സന്തോഷത്തോടെ ജീവിക്കട്ടെ കർത്താവേ. സ്വർഗ്ഗം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടപ്പ. തക്ക തുണയെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ കർത്താവേ. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. ദൈവമേ, മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. മാനസാന്തരത്തിന് അനുഭവത്തിൽ നടത്തണേ. പാരം നഷ്ടപ്പെട്ടവൻ സമ്മതിക്കല്ലേ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്താട്ടപ്പ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. സ്വന്തമായി തലചായപ്പൻ ഭവനം ഒരുക്കണേ. വാടകയിലെ ഭവനങ്ങളിൽ കഴിയുന്ന മക്കളുണ്ട് കർത്താവേ. എൻ്റെ ദൈവം അവരോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭവനം പണിയുന്ന മക്കളുണ്ട്. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കാത്തോണേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് സ്വർഗ്ഗത്തിൽ
സ്വർഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒന്നിനും കുറവുകൂടാതെ ഓരോ മക്കളെയും ക്ഷേമത്തോടും അനുഗ്രഹത്തോടും നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പ കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ മക്കൾക്കും വേണ്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒരുക്കി മാനിക്കണം. കഴിഞ്ഞ നാളുകളിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും കടന്നു വന്ന ജീവിതങ്ങളുണ്ട്. പ്രാർത്ഥനയെ ചോദിച്ച വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹങ്ങളെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം അപ്പ. എല്ലാ ഉജനമാർഗം സ്വർഗം വാഴ്ത്തി അനുഗ്രഹിച്ച് ഓരോ മക്കൾക്കും നൽകണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ ഓരോ വാഹനയാത്രയിലും വഴിയാത്രയിലും അപ്പച്ചൻ കൂടിയിരിക്കണം. വേണ്ടുന്ന എല്ലാം കൊടുത്തവരെ തൃപ്തിയോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം, സ്തോത്രം കർത്താവേ സ്തോത്രം. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ സ്തോത്രം, അപ്പ സ്തോത്രം. ദൈവമായ കർത്താവേ ഈ സമയം ഹല്ലേലൂയ കർത്താവേ, നീറുന്ന ചില വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പ. അവരുടെ വിഷയത്തിന്മേൽ സ്വർഗം മറുപടി അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനാഥര വിധവകളെ സംരക്ഷിക്കുന്ന ദൈവം നീ മാത്രമാണ്. തനിയെ പാർക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് കർത്താവേ. വാർദ്ധക്യം നരയുമുള്ള കാലത്തും തള്ളിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഉള്ളംകരത്തിൽ ഓരോ മക്കളെയും വഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഉള്ളവരുണ്ട് കർത്താവേ. നീ സൗഖ്യപ്പെടുത്തണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം സ്വർഗത്തിലെ അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിലോട്ട് അടിയെ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ സ്വർഗം കരുതിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, സ്തോത്രം. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം അപ്പ. വഴിമതിയെ ശത്രു ആരെയും കാണാതെ തൊടാതെ സ്വർഗം മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കളുടെയും ജീവിതത്തിൽ കൊടുത്ത് ഓരോരുത്തരെയും സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ കൊണ്ടുതരിക. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട് കർത്താവേ. ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്. തലയ്ക്കകത്ത് ഹല്ലേലൂയ വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ശരീരമാസകാലം നീർക്കെട്ടും അതിവേദനയും ഉള്ളവരുണ്ട് കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ദാവീദ് പുത്ര ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരുണ്ടപ്പ. കൈകാലുകൾക്ക് ചലനമില്ലാത്തവരുണ്ടപ്പ. വീൽ ചെയറിലും കിടക്കകളിലുമായിരിക്കുന്നവരുണ്ട് കർത്താവേ. ആസ്മാ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരൊക്കെ ഉണ്ട് കർത്താവേ. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ കർത്താവ് ഒന്ന് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയപ്പ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം വരുമല്ലപ്പ. നീ സഹായിക്കണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഉണങ്ങാത്ത വ്രണവുമായി കഴിയുന്നവരുണ്ട് കർത്താവേ. നീ അവരുടെ മുറിവുകളെ ഉണക്കണമേ കർത്താവേ. നീ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവം തൃക്കൈ കൊണ്ട് പൊറിപ്പിക്കുന്ന ദൈവമാകിയാൽ സകല വ്രണങ്ങളെയും സ്വർഗം കരിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ദൈവം ഇന്നുമെന്നേക്കും ഞങ്ങളുടെ ദൈവം അജീവപര്യന്തം ഞങ്ങളെ വഴി നിർത്തുന്ന ദൈവമാകിയാൽ ആമേൻ. ഹല്ലേലൂയ. കണ്ണുനീരിന് മുൻപിൽ നിൽക്കുന്ന കർത്താവേ, കണ്ണുനീരിനെ തുടയ്ക്കണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ആമേൻ. ഈ സമയം ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ അയൽ കുടുംബങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ശത്രു ആരെയും കാടല്ലേ, പരതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു വരാൻ അനുവദിക്കല്ലേ കർത്താവേ. വക്രതയും കോട്ടം നിറഞ്ഞ ലോകത്തിൽ കൂടിയപ്പ യാത്ര ചെയ്യുന്ന ശത്രു ആരെയും കാണാതെ തൊടാതെ സ്വർഗം മറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ സ്തോത്രം. ഇതൊരിതിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ സ്വർഗം വരെ കാത്തുകൊള്ളവരുടെ ജോലി കാര്യങ്ങളെല്ലാം കൂടെ ഇരിക്കണേ. ഇപ്പോൾ കഷ്ടനഷ്ടം കൂടാതെ സൂക്ഷിക്കണേ. നന്മകളെ കൊടുത്ത് നിറയ്ക്കണമേ. സ്വസ്ഥതയോടെ ജോലി ചെയ്യാൻ ഇടയാക്കണേ. ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, നല്ല പാർപ്പിടമൊക്കെ ഒരുക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കൂട്ടുകാരെ, നല്ല മേലധികാരികളെയൊക്കെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വേദനകളെ സ്വർഗം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സ്വർഗം വരെയെല്ലാം കാത്തുകൊള്ളണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സത്യസന്ധതയോടെ എല്ലാം ചെയ്യുവാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ടെ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയവും സമ്പൂർണ്ണമായ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണമേ. ശത്രുവായൻ ആരെയും കാണാതെ തൊടാതെ മറയ്ക്കണമേ. കാൽവരത്താൽ ഞങ്ങളെ മുദ്രയിടണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.